കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിലും സാമൂഹിക ശാക്തീകരണ പ്രക്രിയയിലും സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നാണ് പ്രിയദർശിനി പദ്ധതി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും പൂർണ്ണമായും സൗജന്യയാത്ര അനുവദിക്കുന്ന ഈ വിപ്ലവകരമായ പദ്ധതി കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും ചലനങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. UDF സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും ജനപ്രിയ ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചതോടെ കേരളത്തിലെ സ്ത്രീ സമൂഹം സാമ്പത്തികവും സാമൂഹികമായ ഒരു പുതിയ യുഗത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ അധികാരത്തിലേറിയാൽ വിസ്മരിക്കപ്പെടാറുള്ള രാഷ്ട്രീയ സംസ്കാരത്തിന് വിപരീതമായി പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചു എന്നതാണ് പ്രിയദർശിനി പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കേരളത്തിലെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇത്തരമൊരു പദ്ധതിയുടെ ആശയം ആദ്യമായി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്. സ്ത്രീകളുടെ യാത്രാ ക്ലേശങ്ങൾക്കും സാമ്പത്തിക ബാധ്യതകൾക്കും പരിഹാരമെന്നോണം അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം പിന്നീട് UDFന്റെ ഔദ്യോഗിക പ്രകടന പത്രികയുടെ ഭാഗമായി മാറി. UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മെയ് 15ഓടെ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു പ്രഖ്യാപനം. ഭരണത്തിലേറെ ഉടൻ തന്നെ ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കുകയും ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുകയും ചെയ്തു. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വെച്ചാണ് പ്രിയദർശിനി പദ്ധതിയുടെ ചരിത്രപരമായ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. കേവലം ഒരു ചടങ്ങിൽ ഒതുങ്ങാതെ പ്രായോഗികമായ പങ്കാളിത്തം കൊണ്ടും ഉദ്ഘാടനം ഏറെ ശ്രദ്ധേയമായി. തിരുവനന്തപുരം പാപ്പനംകോട് ടിപ്പോയുടെ ബസ്സിലാണ് ഉദ്ഘാടന യാത്ര നടന്നത്. തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് പെരുമത്തുറ വരെ നീണ്ട ഈ യാത്രയിൽ മുഖ്യമന്ത്രി VD സതീശൻ, വിവിധ വകുപ്പ് മന്ത്രിമാർ എന്നിവരുൾപ്പെടെ 20ഓളം VIP-കൾ സാധാരണക്കാരായ യാത്രക്കാർക്കൊപ്പം സഞ്ചരിച്ചു. ഭരണകർത്താക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന്റെ മനോഹരമായ കാഴ്ച കൂടിയായിരുന്നു ഇത്. തിരുവനന്തപുരത്തിന് പുറമെ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വലിയ ആവേശത്തോടെയാണ് പദ്ധതിയെ ജനങ്ങൾ വരവേറ്റത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചു. മറ്റു വിവിധ ജില്ലകളിൽ അതാത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രാദേശിക ഉദ്ഘാടനം വിജയകരമായി പൂർത്തിയായി. പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന സർവീസ് പൂർണ്ണമായി സ്ത്രീ ശാക്തീകരണത്തിന്റെയും സ്ത്രീ മുന്നേറ്റത്തിന്റെയും നേർക്കാഴ്ചയായി മാറി. പ്രതീകാത്മകമായ ഈ സജ്ജീകരണം പദ്ധതിയുടെ ലക്ഷ്യത്തെ കൂടുതൽ ദൃഢമാക്കുന്നതായിരുന്നു. KSRTCയിലെ ആദ്യ വനിതാ ഡ്രൈവറായ പെരുമ്പാവൂർ ഡിപ്പോയിലെ ഷീലയായിരുന്നു ഈ ചരിത്ര സർവീസിന്റെ സ്റ്റിയറിംഗ് നിയന്ത്രിച്ചത്. പുരുഷാധിപത്യമുള്ള ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നുവന്ന ചരിത്രം കുറിച്ച ഷീല ഉദ്ഘാടന ബസിന്റെ ഡ്രൈവറായപ്പോൾ അതിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വലിയൊരു പ്രചോദനമായി. ഡ്രൈവർക്ക് പുറമെ ബസ്സിലെ കണ്ടക്ടറും ഒരു വനിതയായിരുന്നു. പൂർണ്ണമായി സ്ത്രീകളുടെ നിയന്ത്രണത്തിലൂടെ ഒരു ബസ്സിൽ സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് യാദൃശ്ചികമല്ല, മറിച്ച് വ്യക്തമായ സന്ദേശത്തിന്റെ ഭാഗമായിരുന്നു. പ്രിയദർശിനി പദ്ധതിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അത് എളുപ്പത്തിൽ എല്ലാവർക്കും ലഭ്യമാകും വിധം ലളിതവൽക്കരിച്ചിരിക്കുന്നു എന്നതാണ്. യാതൊരുവിധ ചുവപ്പ് നാടകളിൽ കൊടുക്കാതെ സാധാരണക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പല സർക്കാർ പദ്ധതികൾക്കും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ വലിയ മാനദണ്ഡങ്ങളും അപേക്ഷാ ഫോമുകളും തിരിച്ചറിയൽ കാർഡുകളും ആവശ്യമാകാറുണ്ട്. എന്നാൽ പ്രിയദർശിനി പദ്ധതിയിൽ യാതൊരുവിധ രേഖകളും ആവശ്യമില്ല. സ്ത്രീയാണെന്നതോ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്നതോ മാത്രം മതി ഈ ആനുകൂല്യം ലഭിക്കാൻ. ചെറുപ്പക്കാർക്കോ പ്രായമായവർക്കോ കുട്ടികൾക്കോ മാത്രമായി ഈ പദ്ധതി പരിമിതപ്പെടുത്തിയിട്ടില്ല. എല്ലാ പ്രായത്തിലുമുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരുപോലെ സൗജന്യ യാത്ര ലഭ്യമാണ്. ഇതുവരെ വിദ്യാർത്ഥിനികൾക്ക് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യാൻ കൺസെഷൻ ടിക്കറ്റുകൾ ആവശ്യമായിരുന്നു. ഇതിനായി സ്കൂളുകളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ഫോമുകൾ വാങ്ങി ഡിപ്പോകളിൽ പോയി മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം ഓർഡിനറി ബസ്സുകളിൽ യാത്ര പൂർണ്ണമായി സൗജന്യമായതിനാൽ വിദ്യാർത്ഥികൾക്ക് ഇനി കൺസെഷൻ ടിക്കറ്റിന്റെ യാതൊരു ആവശ്യവുമില്ല. സമൂഹത്തിൽ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളെ കൂടി പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നത് ഈ സർക്കാരിന്റെ പ്ലസ് പോയിന്റ് ആയിട്ടാണ് സമൂഹം കാണുന്നത്. അവർക്കും യാതൊരു നിയന്ത്രണവുമില്ലാതെ സൗജന്യ യാത്ര നടത്താം. സംസ്ഥാനത്തുടനീളമുള്ള 3125 KSRTC ബസ്സുകളിലാണ് നിലവിൽ പ്രിയദർശിനി പദ്ധതി പ്രകാരം സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഏതെല്ലാം ബസ്സുകളിലാണ് കയറേണ്ടതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ KSRTC കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. സൗജന്യ യാത്ര അനുവദിക്കുന്ന എല്ലാ ബസ്സുകളുടെ മുന്നിലും വശങ്ങളിലും വലിയ അക്ഷരങ്ങളിൽ പ്രിയദർശിനി സ്ത്രീ സൗജന്യയാത്ര എന്ന ബോർഡുകൾ വെക്കുകയോ എഴുതി ചേർക്കുകയോ ചെയ്യും. ഇതുവഴി യാത്രക്കാർക്ക് ആശയക്കുഴപ്പമില്ലാതെ ബസ്സുകൾ തിരഞ്ഞെടുക്കാം. ഏതൊരു വിപ്ലവകരമായ മാറ്റത്തിനും സമൂഹത്തിൽ നിന്നും ചില എതിർപ്പുകൾ സ്വാഭാവികമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യയാത്ര അനുവദിച്ചതിനെതിരെ മെൻസ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ലിംഗസമത്വത്തിനെതിരാണ് ഈ നീക്കമെന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ ഇതിനോട് തികച്ചും സമാധാനപരവും നർമ്മം നിറഞ്ഞതുമായ ശൈലിയിലാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചത്. മെൻസ് അസോസിയേഷന്റെ പ്രതിഷേധം കാണുമ്പോൾ രസകരമായി തോന്നുന്നു. അവർക്ക് യാത്ര ചെയ്യാൻ വേറെയും ബസ്
ബസ്സുകൾ ഉണ്ടല്ലോ. ഞാനൊരു പുരുഷ വിരോധിയൊന്നുമല്ല. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീകളുടെ കയ്യിലാണ് പണമെങ്കിൽ അത് മിച്ചം വന്ന് നേരെ വീട്ടിലേക്കാണ് എത്തുക. അത് കുടുംബത്തിന് ഗുണം ചെയ്യും. എന്നാൽ പുരുഷന്മാരുടെ കയ്യിലാണ് പണമെങ്കിൽ അതിൽ ചെറിയൊരു പങ്ക് മാത്രമേ അവർ വീട്ടിൽ കൊടുക്കൂ. ബാക്കി തുക എവിടെ പോയാലും കറക്കി തിരിഞ്ഞ് ടാക്സ് രൂപത്തിലും മറ്റ് സർക്കാരിലേക്ക് തന്നെ തിരികെ എത്തും. മുഖ്യമന്ത്രിയുടെ ഈ ചടുലമായ മറുപടി സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ തരംഗമായി മാറി. ഗാർഹിക സമ്പദ് വ്യവസ്ഥയിൽ സ്ത്രീകളുടെ പങ്കിനെ എത്രത്തോളം സർക്കാർ വിലമതിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു ഈ വാക്കുകൾ. പ്രിയദർശിനി പദ്ധതി കേവലം ഒരു സൗജന്യ യാത്രാ സ്കീം എന്നതിനപ്പുറം വലിയ തോതിലുള്ള സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെങ്കിലും ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ ശതമാനം താരതമ്യേന കുറവാണ്. പലപ്പോഴും ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ യാത്രാ ചെലവാണ് സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നത്. തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന കശുവണ്ടി തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, സെയിൽസ് ഗേൾസ്, അൺഓർഗനൈസ്ഡ് സെക്ടറിലെ മറ്റ് ജീവനക്കാർ എന്നിവർക്ക് ദിവസേനയുള്ള ബസ് ചാർജ് വലിയൊരു ബാധ്യതയായിരുന്നു. യാത്രാ ചെലവ് ഇല്ലാതാകുന്നതോടെ കൂടുതൽ സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് കടന്നുവരും. ടിക്കറ്റ് ഇനത്തിൽ ദിവസേന ലഭിക്കാൻ കഴിയുന്ന 50 അല്ലെങ്കിൽ 100 രൂപ വലിയൊരു തുകയല്ലെന്ന് തോന്നാമെങ്കിലും ഒരു മാസം കണക്ക് കൂട്ടുമ്പോൾ അത് 1500 മുതൽ 3000 രൂപ വരെയായി മാറും. ഈ തുക സാധാരണക്കാരായ സ്ത്രീകളുടെ കൈകളിൽ എത്തുമ്പോൾ അത് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം അല്ലെങ്കിൽ ചെറുകിട സമ്പാദ്യ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപിക്കപ്പെടും. ഇത് സ്ത്രീകളുടെ ആത്മവിശ്വാസം മനക്കരുത്തും വർദ്ധിപ്പിക്കും. സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും KSRTC ബസ്സുകളിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനും ഈ പദ്ധതി സഹായിക്കും. സ്ത്രീകളുടെ സാന്നിധ്യം ബസ്സുകളിൽ വർദ്ധിക്കുന്നത് KSRTCയെ കൂടുതൽ സുരക്ഷിതമായ ഒരു പൊതുഗതാഗത ഇടമാക്കി മാറ്റും. മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണം എന്ന ആഹ്വാനം കൂടിയാണ് ഈ പദ്ധതി. സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ പുതിയുഗ കേരളത്തിലേക്കുള്ള UDF സർക്കാരിന്റെ ഏറ്റവും നിർണായകമായ ചുവടുവയ്പായി ഇത് മാറുന്നു. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന നയമാണ് പുതിയുഗ കേരളത്തിനായി ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രിയദർശിനി പദ്ധതി വഴി 10,000-കണക്കിന് സ്ത്രീകളുടെ യാത്രാ ദുരിതങ്ങൾക്കാണ് ശാശ്വത പരിഹാരമായിരിക്കുന്നത്. ഇത് വെറും ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലെന്നും കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹിക പദവി ഉയർത്താനും അവരെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് നയിക്കാനും പ്രാപ്തമായൊരു ദീർഘകാല പദ്ധതിയാണെന്നും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നു. ഭരണകൂടത്തിന്റെ ഇത്തരം ജനക്ഷേമപരമായ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും വലിയ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. സ്ത്രീകൾക്ക് ചിറകുകൾ നൽകി അവരെ സ്വയം പര്യാപ്തതയുടെ ആകാശത്തേക്ക് പറന്നുയരാൻ സഹായിക്കുന്ന പ്രിയദർശിനി കേരള വികസന മാതൃകയിലെ ഒരു തിളങ്ങുന്ന അധ്യായമായി എന്നും നിലനിൽക്കും.